ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സണെ അറിയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ പിന്നീട് അങ്ങോട്ടുള്ള പ്രതികരണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നിങ്ങളുടെ രണ്ടുപേരുടെയും ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ ഓവറോൾ എനർജി ഇപ്പം എന്താണെന്ന് നോക്കാം. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ്. ഇനി നമുക്ക് പേഴ്സൻ്റെ എനർജി നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് പേഴ്സൻ്റെ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിരാശ കാര്യങ്ങൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയല്ല. ഇടയ്ക്കിടയ്ക്ക് ഡെസ്പറേറ്റ് ആവുന്നുണ്ട്, ഇടയ്ക്ക് വിശ്വാസക്കുറവ് തോന്നുന്നുണ്ട്. എന്നാൽ ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയൊക്കെ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരുന്നു കഴിഞ്ഞാൽ ഇതിനൊരു റിസൾട്ട് കിട്ടുമോ എന്നുള്ളൊരാശങ്ക ഉണ്ടാവാം. ആ ഒരു തരത്തിലുള്ള ഒരു വെയിറ്റിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ മറ്റൊരു ആംഗിളിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതാണ് മനസ്സിനകത്തുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാത്തിരിപ്പായാലും എന്ത് വിട്ടുവീഴ്ച ചെയ്യാനാണെന്നുണ്ടെങ്കിലും റെഡിയായിട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്ര തൃപ്തികരമായിട്ടല്ലാന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം കോൺഫിഡൻസോടു കൂടിയുള്ള ഒരു വെയിറ്റിങ്ങും അല്ല. ഈ പറഞ്ഞതുപോലെ കാത്തിരുന്നാൽ അർത്ഥം ഉണ്ടാവുമോ, അത് പാഴായി പോവോ, ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് ഓവറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നൊക്കെയുള്ള ഒരു 100,000 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു തരത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു വെയിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻ്റ്ലി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ അങ്ങ് പോകുന്നു. ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ ഒരു ഗോളാണ് മനസ്സിനകത്തുള്ളത്. പ്രസൻ്റ്ലി ഒട്ടും ഒരു സന്തോഷത്തോടെ പോകാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് എപ്പോഴും നാളെ ശരിയാവും, അല്ലെങ്കിൽ കാത്തിരുന്ന് കഴിഞ്ഞാൽ മാറ്റം വരും എന്നൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷ, ആ ഒരു ആംഗിളാണ് കാണുന്നത്. എന്തായാലും ഒട്ടും ഒരു ഫുൾഫിൽമെൻറ്റിൽ നിൽക്കുന്ന ഒരു എനർജിയിലല്ല നമുക്ക് നിങ്ങളുടെ എനർജി കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സ്ലോ മോഡ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പേഴ്സൻ്റെ ഒരു വെയിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യങ്ങൾ ധൃതി പിടിച്ച് ചെയ്യുന്നതിലല്ല, ആലോചിച്ച് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ വളരെ സാവകാശം ചെയ്യുന്നതിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എന്നാൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ മറ്റു പല കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ അർജൻറ്റായിട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് സാവകാശം ആയിട്ട് അല്ലെങ്കിൽ ആലോചിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഒട്ടും ഒരു എടുത്തിയാട്ടമോ ഹറിബറിയോ ഒന്നുമില്ല. അപ്പോൾ അതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ട്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയൊരു കമ്മിറ്റ്മെൻറ്റ് തരികയോ അല്ലെങ്കിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലോ ഒന്നും പോകുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും സ്നേഹമുണ്ട്, ആളുടെ സ്ഥിതി അങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് നിരാശമായിട്ടിരിക്കുകയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കാത്തിരിപ്പ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു സ്ലോ എനർജിയാണ്. പെട്ടെന്ന് കാര്യങ്ങൾ റഷായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പതിയെ ആലോചിച്ച് ചെയ്യുക. ധൃതി പിടിക്കുന്നതിനേക്കാളും ആലോചിച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ആ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ വൈകിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാതെ
ആലോചിച്ച് വരുന്ന ഒരവസ്ഥയിലാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ മറ്റൊരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയണമെന്ന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റും ഉള്ള പേഴ്സൺ അല്ല. റിലേഷൻഷിപ്പിനകത്ത് ഫോക്കസ് ഉണ്ട്, കുറച്ചൊരു സ്ലോ മോഡാണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇവരിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചു എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു റെസ്പോൺസ് എന്നുള്ളത്. 5 of Swords, 3 of Swords, Knight of Cups, Page of Pentacles, Ace of Wands, Tower, Fool, Emperor, 9 of Pentacles, 3 of Pentacles, 2 of Pentacles, 3 of Cups, 4 of Cups, 7 of Wands, 10 of Swords, 6 of Pentacles, King of Cups. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി ആർക്കൊക്കെയാണ് റെസനേറ്റ് ചെയ്യുന്നതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉള്ളിലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എടുത്തപ്പോൾ കണ്ടതുപോലെ പെട്ടെന്നൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റാത്തൊരു സാഹചര്യമോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാം. കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ തീർത്തും ഉപേക്ഷിച്ചു എന്നുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇമോഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നീടുള്ള പ്രവൃത്തികൾ നോക്കുമ്പോൾ നമുക്കത് വളരെ എവിഡൻ്റ് ആണ് ആ ഒരു വ്യക്തി എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു 3 ഓഫ് സോർട്സ് എനർജി. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയം തകർന്നു പോകുന്ന ഒന്ന്, അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവമായിട്ട് കാണും. അവരുടെ എല്ലാ വിഷമവും സങ്കടവും പെയിനും ഒക്കെ നമുക്ക് ഈ ഒരൊറ്റ എനർജിയിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിജയിക്കാൻ പറ്റുമെന്നൊക്കെ കരുതിയ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്താഗതി തന്നെ വന്നേക്കാം. അവർ വളരെയധികം പാനിക്കായി പോകാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോവാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ്. ഒരിക്കലും നിങ്ങളുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരിക്കും. നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചതിച്ചോ എന്ന് പോലും അവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ചിലപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് വിശ്വാസമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, പക്ഷേ അവരുടെ പ്രതീക്ഷകൾ മൊത്തം തകിടം മറിയുക എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ എല്ലാ സ്നേഹവും നിങ്ങൾക്ക് തരാനായിട്ടുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആ ഒരു പാനിക് എനർജിയൊക്കെ നമുക്കവിടെ തീർച്ചയായിട്ടും കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി നമ്മളിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നു, അവർ നമ്മളെ നഷ്ടപ്പെടുത്തി പോവുകയാണ് എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇത്രത്തോളം വേദനിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവർക്കൊരിക്കലും അത് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള എല്ലാ ഒരു സ്നേഹവും, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഓഫർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ വരിക, ഇതിനകത്ത് പോകരുതെന്ന് പറയുക, അല്ലെങ്കിൽ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജിയൊക്കെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് മാത്രമല്ല വളരെ പ്രാക്ടിക്കലായിട്ട് അവരുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും, ഇപ്പോഴും നമ്മൾ പറഞ്ഞു നേരത്തെ അവരുടെ എനർജി എടുത്തപ്പോഴും കണ്ടതാണ് ആ ഒരു പേഴ്സണ് വളരെ നന്നായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിനൊരു ഭാവി ഉണ്ടാവണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചൊന്ന് സ്ലോ ആണ്, അല്ലെങ്കിൽ പതിയെയാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നതെങ്കിലും
വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇതിനകത്ത് നല്ലൊരു ഭാവി ഉണ്ടായി കാണണം, നല്ലൊരു ഉറപ്പോടുകൂടി പോകണം, ഈ ഒരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് വേണം എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് നേരിട്ട് ഇപ്പോൾ അറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണാം തീർച്ചയായിട്ടും അവർ നിങ്ങളെ അവരുടെ മനസ്സെന്താണെന്നുള്ളത് അറിയിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ എല്ലാ സ്നേഹവും നിങ്ങൾക്ക് തരാനായിട്ട് തയ്യാറാവും എന്നുള്ളതാണ്. ഇപ്പം മനസ്സ് അത്രയും ഓപ്പൺ അപ്പ് ആവാതിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിന്നൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എല്ലാം നിങ്ങളോട് സ്വതന്ത്രമായിട്ട് തുറന്ന് പറയാനായിട്ട് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. നിങ്ങളുമായിട്ട് മാക്സിമം കണക്ട് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി നോക്കുന്നുള്ളതാണ്. അവിടെ കൊണ്ടും നിങ്ങളത് ഓക്കെ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയൊക്കെ ആ ഒരു പേഴ്സൺ പറഞ്ഞിട്ടും അല്ലെങ്കിൽ അവരുടെ വിഷമം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ്, നിങ്ങൾക്ക് അവരെ വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ടവറാണ്. അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് താഴെ വീഴുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ കണ്ണിലിരുട്ട് കയറുക എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് ആയിപ്പോവും ഈ ഒരു വ്യക്തി എന്നുള്ളതാണ്. അവർക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ കുറച്ച് നാളുകൾ ഈ ഒരു പേഴ്സൺ ഇരുന്നു എന്ന് തന്നെ വരാം. അത്രയധികം അവരുടെ ഒരു മനസ്സ് തകർന്നു പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു റോയിലുള്ള എനർജീസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് ഇപ്പം നിങ്ങളോടുള്ള ആ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ അവരിൽ ഒരുപാട് ഏഹ്, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, പെട്ടെന്നൊന്നും പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് കാണാം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി പാനിക്കായി പോകുന്നതും, അല്ലെങ്കിൽ മൊത്തത്തിൽ അവരുടെ എല്ലാ കാൽക്കുലേഷൻസും നഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. കാരണം നമ്മളുടെ വിശ്വാസം തകർന്നടിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതേ ഒരു കാര്യം തന്നെ ഇതിനു മുൻപും ആഴ്ചകൾക്ക് മുൻപൊക്കെ നമ്മൾ എടുത്തപ്പോൾ കൂടുതലായിട്ടും അവിടെ വളരെ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്ന പേഴ്സൺസിൻ്റെ എനർജിയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ അതിനകത്ത് വിഷമമുണ്ടെങ്കിൽ അത് തുറന്ന് പറയാതെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ ശ്രമിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജിയൊക്കെ നമുക്ക് ഇതിനു മുൻപ് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് വേദനിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വേദന നിങ്ങളോട് ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ കുറവായിട്ടേ നമുക്ക് വന്നിട്ടുള്ളൂ. മേ ബി നമ്മൾ നേരത്തെ എടുത്തതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി അത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കാര്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ഹാർട്ട് ബ്രേക്കും, അല്ലെങ്കിൽ ആ ഒരു സങ്കടവും നിരാശയും തകർച്ചയും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങളോടുള്ള ഒരു സ്നേഹം കൂടുതൽ കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ന്യൂ ബിഗിനിങ് കാണാം. അതായത് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടെ വേദനയായാലും വിഷമവും നിരാശയും, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ അത്രയും നിങ്ങളുടെ പുറകെ വന്നു, അല്ലെങ്കിൽ അവർ തകർന്നടിഞ്ഞു പോയ ഒരു സംഭവത്തിൽ നിന്ന് എണീക്കാനായിട്ടുള്ള ഒരു ശ്രമം, അല്ലാന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം കാണിക്കുന്നതായിട്ട് നമുക്കവിടെ തീർച്ചയായിട്ടും കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എംപറർ എനർജിയാണ്. അപ്പോൾ എംപറർ എനർജി എന്ന് പറയുമ്പോൾ അങ്ങനെ ബെഗ് ചെയ്യുന്ന ഒരു എനർജി അല്ല. ആ ഒരു ത്രോണിൽ നിന്ന് എണീക്കില്ല, വളരെ സ്ട്രോങ് ആണ് എന്നുള്ളൊരു സംഗതി ഇവിടെ നമുക്ക് കാണാം. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ നേരത്തെ ഈ ഒരു റോയിൽ നമ്മൾ കണ്ടതുപോലെ അവരെന്താണെന്നോ അല്ലെങ്കിൽ ആ ഒരു വിഷമോ ഒന്നും നിങ്ങളോട് അറിയിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു എനർജി അല്ല ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. എന്നോട് ഇങ്ങനെയാണല്ലോ കാണിച്ചത്, അപ്പോൾ എൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ ഇനി പറഞ്ഞ് നാണം കെടാനായിട്ട് പോകുന്നില്ല എന്നുള്ള ഒരു സംഗതി നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ ഒരു കൂടുതലും ചിലപ്പോൾ അവരുടെ വർക്കിലോ, അല്ലെങ്കിൽ അവർ വളരെ സെൽഫായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജിയൊക്കെ നമുക്ക് കാണാം. എനിക്കിവരില്ലെങ്കിൽ നിൽക്കാൻ സാധിക്കും എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ ഒരു പേഴ്സൺ ആ ഒരു രീതിയിൽ കുറച്ചൊരു ഈഗോ ഇട്ടൊക്കെ നിൽക്കുന്ന ഒരു സംഭവമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ ഒരു വിഷമം മറക്കാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ടും വേറെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തും, അല്ലെങ്കിൽ അവരെ തന്നെ കുറച്ചൊന്ന് സെൽഫ് ലവ് ഒക്കെ ചെയ്തും ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുള്ളതാണ്. ഉള്ളിൽ വിഷമമുണ്ട്, ഇല്ല എന്നല്ല, നിങ്ങളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്, പക്ഷേ അത് നിങ്ങളോട് കാണിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നാണം കെടാനുള്ളൊരു മനസ്സില്ലാത്തൊരു അവസ്ഥയാണ്. കുറച്ചൊന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയോ ആ ഒരു എനർജിയൊക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചൊന്ന് ജാടയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും മാക്സിമം പറയാതെ നമ്മൾ പറയില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ കൂടുതൽ ആക്റ്റീവായിട്ട് കാണിക്കുന്നുണ്ടാവാം. ആ ഒരു രീതിയിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊന്ന് അട്രാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചെന്ന് വരാം. അപ്പോൾ ഇവരുടെ ഈ ഒരു പുറമോടിയിലൊന്നും നിങ്ങൾ വീണില്ല, അല്ലെങ്കിൽ നിങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വലിയൊരു മുഖം കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് തന്നെ വീണ്ടും നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നുള്ളതാണ്. ഒരു
ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കപ്പിൾ എനർജിയൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ടൈപ്പുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സണായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻ വിട്ടുകളയരുത് എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ അവർ തിരിച്ചു വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ കുറച്ചൊന്ന് ബലം പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ചൊന്ന് ജാടയിട്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിലും വീണ്ടും ആ ഒരു പേഴ്സൺ അഴയുന്നത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു കണക്ഷൻ വിട്ട് കളയരുത്, ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു എനർജിയാണ്. വളരെ സോഷ്യലായിട്ടാണെന്നുണ്ടെങ്കിലും പരസ്പരം കാര്യങ്ങൾ അറിയുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ പോകാനായിട്ട് അവർ ആഗ്രഹിക്കും, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങളോട് പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സൺ വളരെ സ്റ്റബേണായിട്ടിരിക്കാനോ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് എന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സിനകത്ത് ചിലപ്പോൾ 100 ചോദ്യങ്ങളോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വിഷമവും ഉണ്ടാവാം. പക്ഷേ അതൊന്നും ഇല്ല എന്നുള്ള നിങ്ങളെ ബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതും അവരുടെ കൈവിട്ട് പോവാന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അത്രയും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരുന്നത്. ഇവിടെ നമ്മൾ കണ്ടതുപോലെ അവർ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിലാണെന്നുണ്ടെങ്കിലും ഇത് കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു പരസ്പരം സഹകരിച്ച് പോവാംന്ന ഉള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ വരുന്നത് അത്രയും നിങ്ങളെ ഇഷ്ടമുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, അവർക്ക് വേറെ എന്തെല്ലാം ഓഫർ ഉണ്ടായാലും, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ കിട്ടിയാലും അവരൊട്ടും സന്തോഷത്തോടെ ഇരിക്കില്ല. അവരുടെ ചിന്തകൾ മുഴുവൻ എപ്പോഴും നിങ്ങളെക്കുറിച്ചായിരിക്കും. നിങ്ങളെ ധാരാളമായിട്ട് ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ ഒരു മൂല്യം എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സ്റ്റേജുകളിലായിരിക്കാം. നിങ്ങൾ അകന്ന് നിൽക്കുമ്പോഴായിരിക്കും ആ ഒരു പേഴ്സൺ കൂടുതലായിട്ടും അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി മിസ്സിങ് ഫീലിംഗ് ഒക്കെ നമുക്ക് കാണാം. വേറെ എന്ത് കാര്യങ്ങൾ കിട്ടിയാലും സംതൃപ്തി ഇല്ലാത്തൊരവസ്ഥ കാണാം. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചൊന്ന് ഡിഫെൻസീവായിട്ട് നിന്നേക്കാം. അവർക്ക് ആ ഒരു നൈരാശ്യവും വിഷമവും ഒക്കെ കാരണം അകന്ന് നിൽക്കുന്നൊരവസ്ഥ. ചിലപ്പോൾ ആ ഒരു ഡിഫെൻസീവ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് മാത്രമായിരിക്കില്ല, എല്ലായിടത്തും ആ ഒരു വ്യക്തി ഒന്ന് ചിലപ്പോൾ ആരെയും ഹൃദയത്തിലേക്ക് അടുപ്പിക്കാതെ, അല്ലെങ്കിൽ എല്ലാവരോടും ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നൊരവസ്ഥ വന്നേക്കാം. കാരണം ചില നമ്മളുടെ എക്സ്പീരിയൻസസ് ആണല്ലോ നമുക്കെല്ലാവർക്കും പിന്നീട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറുന്നത്. ഇപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പിനകത്താണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പഠിക്കാൻ പറ്റിയത്. നമ്മൾ ആ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അവരോട് കാണിച്ചപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടിയ അനുഭവങ്ങളായിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ തീർച്ചയായിട്ടും അടുത്തൊരു കാര്യം നമ്മളുടെ ലൈഫിലേക്ക് വരുമ്പോഴും, അല്ലെങ്കിൽ മറ്റുള്ളവരോടും നമ്മൾ ഇതിൻ്റെ ഒരു അംശം തീർച്ചയായിട്ടും അവരിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു നിങ്ങളുടെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ മറ്റു പല കാര്യങ്ങളിലും അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയോ, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും ഒന്ന് അകന്ന് നിൽക്കുക, ആരെയും അത്ര അടുപ്പിക്കാതെ നിൽക്കുന്ന ഒരു രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു നെക്സ്റ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ. അതായത് അവർ ഹൃദയം നുറുങ്ങുന്ന വേദന നമ്മൾ ആദ്യമേ പറഞ്ഞാണ്. അതുപോലെ തന്നെ എല്ലാം അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ ഇനിയൊരു അവരാഗ്രഹിക്കുന്ന പോലെയുള്ളൊരു മാറ്റം ഇതിനകത്ത് വരില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച ആ ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തന്നെ ഇത് എൻ്റെ ആയി, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി കാണാം. പിന്നീട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എനർജീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസാണ്. കാരണം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പിന്നെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഫ്രണ്ട്ഷിപ്പ് വേണമെന്നുള്ള ആഗ്രഹത്തിലൊക്കെ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര ഡീപ്പായിട്ടൊരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നിലനിർത്തിയാൽ മതി, ജസ്റ്റ് ഒരു കോൺടാക്റ്റ് എങ്കിലും ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞ് വന്നൊരു ഇൻറ്റൻഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല. നിങ്ങളോടുള്ള സ്നേഹവും ആ ഒരു ഇഷ്ടമൊക്കെ നമുക്ക് കാണാം. നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് വരാം. അവരുടെ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളെല്ലാം മനസ്സിനകത്ത് വെക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളോട് ചിലപ്പോൾ അതൊന്നും എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. മനസ്സിനകത്ത് ഒരുപാട് സ്നേഹം കൊണ്ട് മാറി നിന്ന് ചിലപ്പോൾ നിങ്ങളെ വീക്ഷിച്ചെന്ന് വരാം, അല്ലെങ്കിൽ എന്ത് ഒരു സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ചിലപ്പോൾ നിങ്ങളെ അറിയിച്ചേക്കാം, പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിനാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ഒരു നൈരാശ്യമുണ്ട്, വിഷമമുണ്ട്, ഒക്കെ നാളെ ശരിയാവും എന്നുള്ളൊരു അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് തരാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇനിയിപ്പോൾ നിങ്ങളതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ആ ഒരു സ്നേഹം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവർ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളോടുള്ള ഇമോഷൻസ് ഹൃദയത്തിൽ സൂക്ഷിച്ച് പോകുന്ന കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ള എനർജിയാണ്. ഇപ്പോൾ ഇതിന് മുൻപ് നമ്മൾ കുറച്ചൊരു ഇമ്മച്യൂർ ആയിട്ടുള്ള എനർജിയും ഒരു ചടുലമായിട്ടുള്ളൊരു, ഇപ്പോൾ നിങ്ങളെ കാണിക്കാനാണെന്നുണ്ടെങ്കിലും വേണ്ടി ഷോ ഓഫിനൊക്കെ ഒരു കാര്യം കാണിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്മച്യൂരിറ്റിയാണ്. എത്ര ഏജുള്ളൊരു വ്യക്തിയാണ് അത് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ പക്വമായിട്ട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും, ഇപ്പോൾ നിങ്ങൾക്കതാണ് താല്പര്യമെങ്കിൽ ഓക്കെ,
എന്നാലും എൻ്റെ സ്നേഹത്തിനൊരു കുറവില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തുന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസാണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്രയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ആരുടെയൊക്കെ വ്യക്തിയാണ് അല്ലെങ്കിൽ ആരുമായിട്ടാണ് ഇതിനകത്ത് റെസനേറ്റ് ആവുന്നതെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് തരാതിരിക്കുകയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായിട്ടുള്ള കാരണം ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് മാത്രമാണ്. ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ പലവിധ അനുഭവങ്ങളിലൂടെയും പലവിധ മാനസികാവസ്ഥയിലൂടെയും അവരുടെ ലൈഫിൽ തന്നെ അവരെ ഒരുപാട് മറ്റു പല സാഹചര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പറിച്ചറിയാതെ കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 4, നമ്പർ 7 ആൻഡ് നമ്പർ 16. ഇതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് സ്കോർപിയോ, ഏരീസ് ആൻഡ് അക്വേറിയസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ നമ്മൾ നേരത്തെ ആദ്യമേ എടുത്താണ്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.